നമസ്കാരം, ജനുമാഷാണ്. മലയാളം പഠിക്കാം. 10 ഭാഗം നമ്പർ 12 സ്വാഗതം. പണ്ഡിത കവി, ഉജ്ജ്വല ശബ്ദാഢ്യൻ, നാളികേരപാകൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് അർഹനായ കവി ആര്? ശരി ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ്. ഉള്ളൂരെഴുതിയ പച്ച മലയാള കാവ്യമേത് എന്ന രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഒരു നേർച്ച ആണ്. ചാണിൽ കവിഞ്ഞൊരുവനും വയറിന്നു നീളം കാണില്ല, പിന്നെ അത് കുത്തി നിറപ്പതിനായി നണിച്ചിടാതെ പല ഗോഷ്ഠികൾ പല്ലിടിച്ചു കാണിപ്പവൻ കരകളഞ്ഞൊരു കാടനല്ലേ. ഈ രീതിയിൽ തനി മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൂരെഴുതിയ കാവ്യമാണ് ഒരു നേർച്ച. ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ മഹത്വം വിശദമാക്കാൻ പാർവതി, സീത തുടങ്ങിയവരുടെ കഥ പറയുന്ന ഉള്ളൂർ കാവ്യമേത് എന്നതാണ് അടുത്ത ചോദ്യം. ശരി ഉത്തരം ചിത്രശാല ആണ്. ഭാരതക്ഷമേ നിന്റെ പെൺമക്കൾ അടുക്കളക്കാരികൾ, വീടാം കൂടിൽ കുടുങ്ങും തത്തമ്മകൾ എന്ന് ഒരു മദാമ്മ ഭാരതീയതയെ ആക്ഷേപിച്ചപ്പോഴുണ്ടായ തീവ്ര വികാരത്തിൽ നിന്ന് ജനിച്ച കവിതയാണ് ചിത്രശാല. കാക്കേ കാക്കേ കൂടെ വിടെ, പ്രാവേ പ്രാവേ പോകരുതേ തുടങ്ങിയ ബാലകവിതകൾ ആരുടേത് എന്നതാണ് നാലാമത്തെ ചോദ്യം. നിരവധി ഉദ്യോഗാർത്ഥികളെ പറ്റിച്ച ചോദ്യമാണിത്. വരികളുടെ ലാളിത്യവും ഭംഗിയും കാണുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുണ്ണി മാഷ് എന്ന് നമ്മൾ ഉത്തരം പറഞ്ഞു പോകും. ശരി ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്നാണ്. ആ മഹാകവിയിൽ ഇങ്ങനെയൊരു ബാലസാഹിത്യകാരൻ കൂടി കുടികൊണ്ടിരുന്നു. ഉള്ളൂരെഴുതിയ സാഹിത്യ ചരിത്രമേത് എന്ന അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരമായി കേരള സാഹിത്യ ചരിത്രം, ഭാഷാചരിത്രം, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നീ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ശരി ഉത്തരം കേരള സാഹിത്യ ചരിത്രമാണ്. ഉള്ളൂർ എഴുതിയത് 7 ഭാഗമായിട്ടാണെങ്കിലും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് 5 ബാല്യങ്ങളായാണ്. കേരള ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയത് ആർ നാരായണ പണിക്കരാണ്. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ ഇളംകുളം കുഞ്ഞൻപിള്ളയുടേതാണ്. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ KM ജോർജിൻ്റെ പുസ്തകമാണ്. കൈരളിയുടെ കഥ N കൃഷ്ണപിള്ള എഴുതിയതാണ്. രാധേയനല്ല നീയാധീരധിയല്ല, സുതകുലത്തിൽ ജനിച്ചോനല്ല, പലാഴിപ്പൈതലം പാരിജാതത്തെയോ കലിക്കുളമ്പു ചാൽപ്പെറ്റിടുന്നു. ഈ വരികൾ ഉൾപ്പെടുന്ന കൃതി ഏത് എന്ന ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കർണഭൂഷണം ആണ്. ഏഴാമത്തെ ചോദ്യം. വാസരനാഥന്നു വസ്വന്തം വായിക്കവേ വാസന്തമാമൊരു സായാഹ്നത്തിൽ, വാസവദിഗ്വധുരാഗേന്ദു ധൂർത്തന്നു വാസക സജ്ജികയായി ഭവിച്ചു. ഇങ്ങനെ തുടങ്ങുന്ന ഖണ്ഡകാവ്യമേത് എന്നതാണ് ചോദ്യം. ശരി ഉത്തരം പിങ്കള ആണ്. ഭക്തിയാൽ പ്രസന്നയായി പാദത്തിൽ ഗംഗാദേവി പൊൽത്തണ്ടാർ ചെരിപ്പിട്ട പുണ്യവൻ സനന്ദനൻ. സനന്ദനൻ്റെ കഥ പറയുന്ന കാവ്യമേത് എന്ന എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഭക്തി ദീപിക ആണ്. സമാന താളത്തിലല്ലാത്ത വരി കണ്ടെത്തുക എന്ന അടുത്ത ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഒന്ന് ചൊല്ലി നോക്കിയാൽ കിട്ടും. രണ്ടാമത്തേതാണ്, ബി ആണ്. സുഖം സുഖം ഭൂമിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. ആ താളത്തിലല്ല മറ്റ് 3 വരികളും ഉള്ളത്. ചോദ്യം 10. പ്രപഞ്ചമുകുരം എന്ന പദം ശരിയായി വിഗ്രഹിച്ചാൽ പ്രപഞ്ചവും മുകുരവും, പ്രപഞ്ചത്തിലെ മുകുരം, പ്രപഞ്ചമാകുന്ന മുകുരം, പ്രപഞ്ചത്തിൻ്റെ മുകുരം. ശരി ഉത്തരം പ്രപഞ്ചമാകുന്ന മുകുരം ആണ്. സമാസം രൂപകം ആയിരിക്കും. ഇത്തരത്തിലുള്ള അധിക ചോദ്യങ്ങൾക്കും മലയാളം സംബന്ധിച്ച അധിക വിവരങ്ങൾക്കും മലയാളം മാഷ് ബ്ലോഗ് സന്ദർശിക്കാം. വീഡിയോകൾക്ക് @ജനുമാഷ് എന്ന യൂട്യൂബ് ചാനൽ കാണുക. നന്ദി.